നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കിഫ്ബിയും ക്ഷേമ പെൻഷൻ കമ്പനിയും ബജറ്റിന് പുറത്തേക്ക് കടമെടുപ്പല്ല എന്ന സർക്കാർ വാദം വീണ്ടും തള്ളി CAG റിപ്പോർട്ട്. ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ വെള്ളം ചേർത്തു. സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാക്കിയെന്നും CAG വിമർശനം. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. സർക്കാരിനെ വെട്ടിലാക്കിയോ CAG റിപ്പോർട്ട്? പെൻഷൻ ഫണ്ട് സർക്കാരിന്റെ ബാധ്യത തന്നെ. ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പം BJP പ്രതിനിധിയായി ശ്രീ PR ശിവശങ്കർ, കോൺഗ്രസ് പ്രതിനിധിയായി പ്രൊഫസർ റോണി K. ബേബി, LDF പ്രതിനിധിയായി അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ BA പ്രകാശ് എന്നിവർ ചേരുകയാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ഡോക്ടർ BA പ്രകാശിലേക്ക് പോകുന്നു. ശ്രീ BA പ്രകാശ്, ഇവിടെ കടമെടുപ്പ് പരിധിക്ക് പുറത്തല്ല കിഫ്ബിയും ക്ഷേമ പെൻഷൻ കമ്പനിയും എന്നുള്ളത് CAG വ്യക്തമാക്കി കഴിഞ്ഞു എന്ന് മാത്രമല്ല, സർക്കാരിന് അധിക ബാധ്യതയാണ് കിഫ്ബി വരുത്തിയത് എന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ തന്നെയാണ് സർക്കാർ ഇക്കാലം അത്രയും വരുത്തിവെച്ചത് എന്നുള്ള അതിരൂക്ഷ വിമർശനവും CAG റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണാം? ഇതിനകത്ത് ഇന്നിപ്പോൾ വച്ചിരിക്കുന്ന ഈ CAG റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിൻ്റെ ഈ ധനസ്ഥിതി വ്യക്തമായിട്ട് പരിശോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇന്ന് വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇതിനെപ്പറ്റി പരാമർശങ്ങളുണ്ട്. ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെ പറ്റി പരാമർശമുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ വച്ച ആ CAG റിപ്പോർട്ടിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിപ്പോൾ 5 വർഷത്തെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഇതിനകത്ത് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നിഗമനം, സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതി കഴിഞ്ഞ 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് മോശമാണ്. അത് പ്രത്യേകിച്ച് റവന്യൂ കമ്മി, ധനക്കമ്മി, പ്രൈമറി ഡെഫിസിറ്റ് എന്നീ സംസ്ഥാനത്തിൻ്റെ ധനസൂചികകളുടെ വിലയിരുത്തൽ വളരെ ഡീറ്റെയിൽഡായിട്ടത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു സുപ്രധാനമായിട്ടുള്ള അതിലെ ഒരു ഫൈൻഡിങ്. രണ്ടാമത് വേറൊരു കാര്യം ഇതിനകത്ത്, അതായത് ഈ റവന്യൂ ഡെഫിസിറ്റ് തുടർച്ചയായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, ഫിസിക്കൽ ഡെഫിസിറ്റ് തുടർച്ചയായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, ഡെറ്റ് GDP റേഷ്യോ ടാർഗറ്റിനേക്കാളും മുകളിലാണ്. അപ്പോൾ ചുരുക്കത്തിൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുന്നത്, ദസ് നൺ ഓഫ് ദി ഫിസിക്കൽ പാരാമീറ്റേഴ്സ് സെറ്റ് ഇൻ കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് വെയർ അച്ചീവ്ഡ്. ഇത് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനെയും സംസ്ഥാനത്തിൻ്റെ ധനകാര്യ നിലയെപ്പറ്റി CAG പരിശോധിച്ചിട്ട് എത്തിയിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു നിഗമനമാണ്. പിന്നെ രണ്ടാമത് നിങ്ങൾ ഈ പറഞ്ഞ ഇവിടുത്തെ കാര്യം, അതായത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെ പറ്റിയും അതിനകത്ത് പരിശോധിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെ പറ്റി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ സർക്കാർ അതിനെ പറഞ്ഞിരിക്കുന്ന ടേം ഇങ്ങനെയാണ്, നോൺ ഡിസ്ക്ലോഷർ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നോൺ ഡിസ്ക്ലോഷർ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയുമ്പോൾ, അതായത് ഈ കിഫ്ബിക്ക് വേണ്ടി ഏതാണ്ട് 13,000 കോടി രൂപ, അതായത് കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന് വേണ്ടി ഒരു 11,000 കോടി രൂപ, പിന്നെ ബിൽ ഡിസ്കൗണ്ടിങ്, ഈ കോൺട്രാക്ടേഴ്സിൻ്റെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തതിൻ്റെ ഒരു 1,601 കോടി രൂപ. ഇത്രയും, അപ്പോൾ ചുരുക്കത്തിൽ ഒരു അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ലയബിലിറ്റീസ് ഏതാണ്ട് 25,874 കോടി രൂപയുടെ ഈ തരത്തിലുള്ള നോൺ ഡിസ്ക്ലോഷർ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്നുള്ള ഒരു കാര്യം കൂടെ ഇതിനകത്ത് CAG പറയുന്നു. ഇത് ഹൈലി ഇറഗുലറായിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. ഇത് ഈ ബഡ്ജറ്റിനകത്തുള്ള കടപരിധിയിൽ ചേർക്കേണ്ട ഒരു കാര്യമാണ് എന്നും പ്രത്യേകിച്ച് പറയുന്നു. ഇതൊരു നല്ലൊരു പ്രാക്ടീസ് അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷനും അതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്നത്തെ ഈ CAG റിപ്പോർട്ടിലെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഫിസിക്കൽ മാനേജ്മെൻറ്റിനെയും സംസ്ഥാനത്തിൻ്റെ ഫിസിക്കൽ സിറ്റുവേഷനെ പറ്റിയുള്ള ഒരു വിലയിരുത്തലാണ്. അതോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള പ്രാക്ടീസ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്നുള്ള പ്രാക്ടീസ് അത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രാക്ടീസല്ല, അത് ശരിക്കുള്ള ഒരു മാനേജ്മെൻറ്റ് പ്രാക്ടീസല്ല. ആ തരത്തിലുള്ള ഒരു പ്രശ്നവും ഇതിനകത്ത് ഇന്നത്തെ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെ. ശ്രീ സതീഷ് വസന്ത്, ഇവിടെ 2021-22 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ടാണ് ഇന്ന് നിയമസഭയ്ക്ക് മുൻപാകെ വച്ചത്. അതിൽ
കിഫ്ബി അധിക ബാധ്യത തന്നെയാണ് സർക്കാരിന് വരുത്തിവെക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയും നാളും സർക്കാർ പ്രതിരോധിച്ചിരുന്നത് കിഫ്ബി സാമ്പത്തികമായി കടമെടുക്കുന്നതൊക്കെ തന്നെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്, സംസ്ഥാനത്തിന്റെ വികസനത്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല ബജറ്റിനകത്ത് വരുന്ന കാര്യവുമല്ല എന്നുള്ളത്. അതും ഇവിടെ വ്യക്തമായി തന്നെ CAG റിപ്പോർട്ടിൽ പറയുന്നു. വരുമാനത്തിൽ നിന്നാണ് കിഫ്ബിയിൽ നിന്നുള്ള കടബാധ്യത അടച്ചു തീർക്കുന്നത്. എങ്ങനെയാണ് പിന്നീട് ഇത് കടമെടുപ്പ് പരിധിക്ക് പുറത്തുള്ള കാര്യമാണ് എന്ന് സർക്കാരിന് വാദിക്കാൻ സാധിക്കുക? നോക്കൂ, ഈ നമ്മളെ ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോഴാണ് ഈ കിഫ്ബി എന്നുള്ള സാധനം കൊണ്ടുവന്നു. ആ കിഫ്ബി കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശമാണെന്ന് ധനകാര്യ തോമസ് ഐസക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സംസ്ഥാന ബഡ്ജറ്റിൽ നിന്ന് വെളിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. കാര്യം നമുക്ക് എല്ലാ കാര്യങ്ങളും സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാറില്ല. നമ്മൾ വികസനത്തെ കാര്യത്തിന് റോഡായിരുന്നാലും പാലങ്ങളായിരുന്നാലും അതുതന്നെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയാണ് ഈ കിഫ്ബി എന്നുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നത്. അപ്പോൾ കിഫ്ബി എന്ന് പറയുന്നത് സംസ്ഥാന ബഡ്ജറ്റിൻ്റെ വെളിയിൽ നിന്ന് നമുക്ക് അത് എന്താണ് ഈ സംസ്ഥാന ബഡ്ജറ്റിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് ചില നോംസും കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു രാജ്യത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ഒരു വികസനം വരുന്നില്ല. ആ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയാണ് കിഫ്ബി എന്നൊരു ആശയം തോമസ് ഐസക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണെന്നാണ് എനിക്ക് വിദഗ്ധന്മാരിരിക്കുന്ന അത് അങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതെല്ലാം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഈ നമ്മളെ നികുതി വരുമാനത്തിൻ്റെയും ബാക്കിയുള്ള ഇതിൻ്റെയും കൂടെ ചേർന്ന് ഞാനത് പറഞ്ഞത്. പക്ഷേ അത് കടമെടുപ്പ് ഇപ്പം സർക്കാരായിരുന്നാലും ഇപ്പം CNG ആയിരുന്നാലും അത് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് പദ്ധതിയും അല്ലെങ്കിൽ അത് റവന്യൂ ആണ് പോകണമെന്നുള്ള ഒരു നിഗമനത്തിലാണ് വന്നിട്ടുള്ളത്. നിഗമനമല്ല ശ്രീ സതീഷ് വസന്ത്, കണക്കുകളാണ്. റവന്യൂ വരുമാനത്തിന്റെ 19.9% എന്തിനു വേണ്ടി ഇതിന് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പദ്ധതിയിലോട്ട് കിഫ്ബിയിലോട്ട് പോകുമ്പം അതിൽ നിന്ന് നമുക്ക് ഇടുന്ന പൈസയിൽ നമുക്കൊരു ലാഭം വരുന്നില്ല, പക്ഷേ നമ്മൾ പലിശ കൊടുക്കുന്നുണ്ട്. ഇതാണല്ലോ അതിൻ്റെ ഒരു വ്യക്തത. നമ്മൾ മുതൽ മുടക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് ഒരു ലാഭം കിട്ടുന്നില്ല. അതാണ് ഈ ഇത് അല്ല നമ്മൾ ഈ രാജ്യത്ത് ഈ സംസ്ഥാനം വളരണ്ടേ? നമുക്ക് എല്ലാം ലാഭത്തിൻ്റെ കണ്ണി കൊണ്ട് മാത്രം പറ്റൂ. നോക്കൂ, നമുക്ക് നേരത്തെ പറഞ്ഞിട്ട് ഈ 5 വർഷത്തെ ഈ നികുതി, നമുക്ക് നികുതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ കോവിഡ് അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം ഈ 5 വർഷത്തിൻ്റെ സംസ്ഥാന സർക്കാർ അതിൽ നമുക്ക് പിടിച്ചെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അത് നമുക്ക് പിടിച്ചെടുക്കണം. അത് ഒരു അതങ്ങനെയാണ്. കോവിഡ് കാലത്തെ അതിശോചനീയമായ നികുതി പിരിവ് എന്ന് തന്നെയാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. അല്ല നോക്കൂ, നികുതി ഞാൻ പറയുന്നത് നികുതി ഈ കോവിഡ് കാലത്തൊക്കെ നമുക്ക് നികുതി പിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ? എത്ര കാലം ഓഫീസുകളും റോഡുകളും എല്ലാം നിശ്ചലമായ നിലയിൽ. ഇവിടെ എല്ലാം നിശ്ചലമായപ്പോഴത്തേക്കും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക് കൊടുക്കാതെ ഇരുന്നു. ക്ഷേമ പെൻഷനുകൾ നിങ്ങൾ നോക്കണം. ഇപ്പോഴാണ് നമുക്ക് 6 മാസത്തേക്ക് ഒരു ഇത് വന്നിട്ടുള്ളത്. ആ സമയത്തൊക്കെ നമ്മൾ ക്ഷേമ പെൻഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തെല്ലാം നിങ്ങൾ നോക്കൂ. എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം. ഇപ്പോൾ CAG പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിശോധിക്കാം. അതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ട ഇപ്പം തന്നെ സുപ്രീം കോടതി നമ്മൾ പോയി. എന്തിനാണ് സുപ്രീം കോടതി പോയി? ഇന്ന് നാം ഇവിടുത്തെ ധനകാര്യമന്ത്രിയും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് സർക്കാരിന് നമ്മൾ സുപ്രീം കോടതി പോയപ്പോഴത്തേക്ക് ന്യായമായ കാര്യമായല്ലേ സുപ്രീം കോടതി നമുക്കത് അനുവാദം തന്നത്? നിങ്ങൾ ചർച്ച ചെയ്യൂ. ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് കേന്ദ്രം പിരിച്ചുകൊണ്ട് ഇപ്പം എന്ന് പറയുന്നത് പണ്ട് നമുക്ക് അങ്ങനെയല്ല. പണ്ടെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സെയിൽ ടാക്സും ഇതെന്ന് വെച്ചാൽ നമ്മളെ വരുമാനമാണ്, നമുക്ക് കൊടുക്കുന്നതും ഇല്ല. ഇപ്പം എവിടെയാണ് അങ്ങനെ പറഞ്ഞത്? ഇതെല്ലാം മൊത്തമായിട്ട് നമ്മൾ കേന്ദ്രത്തിൽ കൊടുക്കുകയാണ്. കേന്ദ്രം നമുക്ക് കനിഞ്ഞ് തന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നമ്മളെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇതിപ്പം എന്ന് പറയുന്നത് 1 ഇന്ത്യ 1 ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ ഇത് വന്നിട്ടുള്ളത്. ആ സാമ്പത്തികത്തിൽ ഇപ്പം കേരളത്തിന് മാത്രമല്ല ഇതൊന്നും. ഒന്നാമതേ കേരളം നിങ്ങൾക്കറിയാലോ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ്. നമുക്കിവിടെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ പോലെയൊന്നും അല്ല. നമുക്കുള്ള വിസ്തൃതി അതുപോലെ തന്നെ എല്ലാം നമ്മൾ മനസ്സിലാക്കണം. കേരളം ഇങ്ങനെ, പക്ഷേ നമ്മളെ കാര്യങ്ങളിലോ നമ്മളെല്ലാം ഡെവലപ്പിലാണ്. ഏത് രീതിയിൽ നിങ്ങൾക്ക് സ്കൂളിൽ നോക്കൂ, ആരോഗ്യ മേഖല നോക്കൂ, ഏത് മേഖലയിലും കേരളം പുരോഗമിച്ചാണ് നിൽക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പം നമുക്ക് കുറച്ച് പൈസ കടമെടുത്താലേ ഇതൊക്കെ കാര്യങ്ങൾ നടത്തുള്ളൂ. വേറെ വഴിയില്ലെന്നേ. വേറെ വഴി നമുക്ക് തനതായ വരുമാനത്തിന് ഏതെല്ലാം സോഴ്സ് ഉപയോഗിക്കാൻ പറ്റും? ആ സോഴ്സ് ഉപയോഗിച്ചാലേ. ഇപ്പോൾ കേന്ദ്രം നമുക്ക് കിട്ടാനുള്ള സാധനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. നമുക്ക് കേരളം നമുക്ക് കടമെടുക്കാനുള്ള
ആ കേരളത്തിൻ്റെ വിഹിതങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു. നമുക്ക് പരിശോധിച്ച് നോക്കാൻ അറിയാം. നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്രം കൊടുക്കും പോലെയാണ് നമുക്ക് കേരളത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കൂ. അതിൻ്റെ വ്യക്തമായ കണക്കുകൾ നമുക്ക് ചർച്ചയിൽ സംസാരിക്കാം. ശരി, ഇന്ന് സപ്ലൈകോയിലെ വിലവർദ്ധനവ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും അത് എല്ലാ സാധനങ്ങളൊന്നും അല്ല. അതെ, അതിലേക്ക് വരാം. ശ്രീ PR ശിവശങ്കർ, പതിവ് പല്ലവി തന്നെയാണ് CAG റിപ്പോർട്ടിന്മേൽ LDF പ്രതിനിധി ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നു. ഇന്ന് എന്തായാലും സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി ചർച്ച പുരോഗമിക്കുന്നുണ്ട്. അത് തങ്ങളുടെ ഒരു ആനുകൂല്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. എന്തായാലും ഏറെ ഗുരുതരമായ സാമ്പത്തിക സ്ഥിതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. ധനകാര്യ വ്യവസ്ഥയിലുള്ള കെടുകാര്യസ്ഥത തന്നെയാണ് ഇത്തരത്തിലേക്ക് സംസ്ഥാന സർക്കാരിനെ നയിച്ചത് എന്നും CAG വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കിഫ്ബി ഒരു അധിക ബാധ്യത തന്നെയാണ് എന്നുള്ളത് അടിവരയിട്ട് തന്നെയാണ് പറയുന്നത്. പലിശ അടയ്ക്കാൻ വേണ്ടി മാത്രമാണ് കോടികൾ കിഫ്ബിക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. അതും എവിടെ നിന്ന്? റവന്യൂ വരുമാനത്തിൽ നിന്നാണ് ചിലവഴിക്കുന്നത്. ഒരു സംശയമില്ല. ഞാൻ മനസ്സിലാക്കിയതിപ്പോൾ ഈ വായിച്ച ഭാഗം അത്രയും ഈ CAG റിപ്പോർട്ട് വായിക്കുമ്പോൾ ഇത് മാത്രമല്ല, ഓരോ ഭാഗത്തും കൃത്യമായി ഈ സംസ്ഥാന സർക്കാർ നികുതി പിരിവിനും അതുപോലെ തന്നെ മറ്റുള്ള പല കാലയളവിനും പലിശ ഇനത്തിലും അതുപോലെ തന്നെ തൃപ്തിപരമല്ലാത്ത കാര്യത്തിൽ പലിശ നൽകിയതും അടക്കമുള്ള കാര്യങ്ങളിൽ ഓരോരോ കാര്യങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരുത്തിയ നഷ്ടമടക്കം ഈ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചിട്ടാണ് ഓരോ പാരഗ്രാഫിലും ഓരോ വരി കഴിയുമ്പോഴും ഇവർ സൂചിപ്പിക്കുന്നത്. ഒരു പൊതുവെ ഈ CAG റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രതിനിധിക്ക് ഒന്നും മുന്നോട്ട് വയ്ക്കാനില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം തെറ്റായ അല്ലെങ്കിൽ പഴയ ആരോപണങ്ങൾ നിരന്തരം വീണ്ടും പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ പുതിയ ആരോപണത്തിലേക്ക് കടക്കാം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന ബജറ്റിന് വെളിയിൽ നിന്ന് ഇത്തരത്തിൽ എടുക്കുന്നത് ഇവിടെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. വികസന പ്രവർത്തനത്തിന് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി മൂലധന ചെലവുകൾ എത്രയാണ് ഈ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത് എന്ന് അതിൻ്റെ കണക്കുകൾ നൽകിയിട്ടുണ്ട്. അത് ഏതാണ്ട് 8748 കോടി രൂപയെല്ലാം കഴിഞ്ഞ 5 വർഷം മുമ്പ് നടത്തിയതിന് ശേഷം ഏതാണ്ട് തുച്ഛമായ തുക മാത്രമേ ഇപ്പോൾ മൂലധന ചെലവിലേക്ക് കൂടുതലായിട്ട് നൽകിയിട്ടുള്ളൂ. അപ്പോൾ മൂലധന ചെലവിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ യാതൊരുവിധ പരിഗണനയും നൽകുന്നില്ല, പുതിയ ഒരു സബ്ജക്റ്റും നൽകുന്നില്ല. അതിന് പുറത്തുനിന്ന് കടം മേടിക്കേണ്ടി വരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ പുറത്തുനിന്ന് കടം മേടിക്കുന്നത് കൊണ്ട് വികസനങ്ങൾ നടക്കുന്നു എന്നാണ്. അത് കേന്ദ്രം ചെയ്യുന്നുണ്ട്. ഇടതുപക്ഷം നിരന്തരം പറയുന്നതാണ് കേന്ദ്രവും കടം മേടിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ കടം മേടിക്കുമ്പോൾ അത് കൂടുതൽ അസറ്റാവുകയും ഇപ്പം നാഷണൽ ഹൈവേയുടെയൊക്കെ 1 ലക്ഷം കോടി രൂപയുടെയൊക്കെ അഡീഷണൽ അസറ്റ് കഴിഞ്ഞ ഏതാണ്ട് ഒരു 3 വർഷം കൊണ്ട് സൃഷ്ടിക്കാനായിട്ട് നാഷണൽ ഹൈവേ കഴിഞ്ഞു. അതിൽ നിന്ന് വരുമാനം വരുന്നു. ആ വരുമാനം കൊണ്ട് തിരിച്ചടയ്ക്കുന്നതായിട്ടാണ് നാഷണൽ ഹൈവേയുടെ ഒരു ബഡ്ജറ്റിന് പുറത്തുള്ള ധനസമാഹരണത്തിന് ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയപരിപാടി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ കേരള സർക്കാർ ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ബേസിക് ആയിട്ട് ആശുപത്രി പണിയുവാനും അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങൾ പണിയുവാനും ആണ് ഈ കൂടുതലായിട്ട് കിഫ്ബി പണിയുന്നത്. വലിയ രീതിയിലുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരുമാനമുള്ള യാതൊരു പദ്ധതിയും ഇതിൽ ചെയ്തിട്ടില്ല. മാത്രവുമല്ല ഇത്തരത്തിലുള്ള പദ്ധതികളിൽ ഒരുപാട് അഴിമതികളും ഇപ്പോൾ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം പല സ്കൂൾ കെട്ടിടങ്ങൾ വീണതടക്കം നമ്മൾ മുന്നോട്ട് കണ്ടിട്ടുണ്ട്. ഇത് വരുമാനം ഇല്ല എന്ന് മാത്രമല്ല നമുക്കറിയാമല്ലോ മസാല ബോണ്ട് വഴിയൊക്കെ ഏതാണ്ട് 10% സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൽ നിന്നൊക്കെ ഇപ്പോൾ 1 ലക്ഷം കോടി രൂപ പലിശയില്ലാതെ ലഭിക്കുവാൻ ഈ 3 ബഡ്ജറ്റിലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടും അതിൽ നിന്ന് 1 രൂപ പോലും എടുക്കാത്ത സംസ്ഥാന സർക്കാരാണത്. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കൃത്യമായി അതിൻ്റെ തുക ആവശ്യത്തിൽ കൂടുതൽ അവർ പ്രൊജക്റ്റ് നൽകിയപ്പോൾ ഈ സംസ്ഥാന സർക്കാർ കിഫ്ബിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും പദ്ധതിക്ക് വേണ്ടിയിട്ടോ ഈ ബഡ്ജറ്റ് ഈ 1 ലക്ഷം കോടി രൂപയിൽ നിന്ന് 1 രൂപ പോലും എടുത്തിട്ടില്ല. പറയുന്നത് അതിന് കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ് വരും, കേന്ദ്രത്തിൻ്റെ ചില നിയന്ത്രണങ്ങൾ വരുമെന്ന്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണങ്ങൾ ഇവർക്ക് താല്പര്യമില്ല. പക്ഷേ മറിച്ച് വിദേശ കമ്പനികൾക്ക് 10% ഇൻട്രസ്റ്റ് കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളത് ഈ സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലുള്ള വിദേശ ഫണ്ട് കേരളത്തിൽ വരുമ്പോൾ കമ്മീഷൻ കിട്ടുന്നു എന്നുള്ള ആരോപണത്തെ കൃത്യമായി ആരോപണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. ആ ആരോപണത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ സത്യസന്ധത എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന് വിദേശത്ത് നിന്ന് കടം വാങ്ങിക്കുവാനും കേന്ദ്ര സർക്കാരിൻ്റെ എന്നല്ല മറ്റുള്ള തരത്തിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ഈ കാര്യങ്ങൾ നടത്തുവാനുമാണ് താല്പര്യമെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം.
രണ്ട്, ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ക്ഷേമ പെൻഷൻ നൽകിയെന്ന് എൻ്റെ ബഹുമാനപ്പെട്ട LDFിൻ്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് കേട്ടു. എനിക്ക് തോന്നുന്നത് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് അതിൻ്റെ കണക്കുകൾ പൂർണ്ണമായി പഠിച്ചിട്ടുണ്ടാവില്ല. ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം GST വരുമാനത്തിൽ, നികുതി വരുമാനത്തിൽ ഉണ്ടായ നഷ്ടം നികത്തുവാനായിട്ട് ഏതാണ്ട് 1,80,800 കോടി രൂപ കേന്ദ്രം ബഡ്ജറ്റിൽ വകയിരുത്തിയപ്പോൾ അതിൽ 16 സംസ്ഥാനങ്ങൾക്കുള്ളതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്ട് 57,000 കോടി രൂപ, ഏതാണ്ട് 30%, 33% തുക സംസ്ഥാന സർക്കാരിൻ്റെ നിന്ന് കിട്ടി. അന്നൊക്കെ ഓരോ വർഷവും ഏതാണ്ട് 12,500 കോടി രൂപയുടെ അടക്കം ഈ സംസ്ഥാന സർക്കാരിന് അധിക വരുമാനം കിട്ടിയിരുന്നു. ഇതെല്ലാം വെച്ചിട്ട് അന്ന് ക്ഷേമ പെൻഷൻ നടത്തി എന്നുള്ളതാണ് സത്യം. ഇന്ന് ആ പണം 5 വർഷം കഴിഞ്ഞപ്പോൾ ഈ GST വരുമാനം, നികുതി വരുമാനത്തിൻ്റെ നഷ്ടം അത് നികത്തുവാൻ വേണ്ടിയിട്ട് 5 വർഷമായി നൽകുക ഈ കോവിഡ് കാലങ്ങളിൽ കൂടുതൽ മേടിച്ചതുകൊണ്ട് ഇപ്പോൾ ഈ വർഷം പണം ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഈ ക്ഷേമ പെൻഷൻ നൽകാൻ പറ്റാതായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് നികുതി വരുമാനം കൃത്യമായി ഒരു സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അടുത്ത ഒരു തെറ്റായ ഒരു ക്യാപ്സൂൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഈ GST വരുമാനം മുഴുവൻ കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുന്നു എന്നുള്ള കണക്കാണ്. നോക്കൂ, ഇവർ തന്നെ പറയുന്നുണ്ട് സംസ്ഥാനം ഏറ്റവും കൂടുതൽ വികസിച്ചിരിക്കുന്നു. വികസന ഓരോരോ മാർഗനിർദ്ദേശങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ വികസിച്ച സംസ്ഥാനമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സ് കളക്ഷൻ ഉണ്ടാവില്ല എന്ന് പറയുന്നു. നമുക്കറിയാം ഈ കേരളത്തിലൊന്നും പ്രൊഡക്ഷൻ ഇല്ല എന്നും, പ്രൊഡക്ഷൻ എല്ലാം കേരളത്തിൻ്റെ പുറത്താണെന്നും, അത്തരത്തിലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഈ കേരളത്തിലേക്ക് ഒരു കൺസ്യൂമർ സംസ്ഥാനമായ കേരളത്തിലേക്ക് ഗുഡ്സ് വരുമ്പോൾ അതിൻ്റെ ചിലവും അതല്ലെങ്കിൽ അവിടെ നടത്തുന്ന വലിയ തട്ടിപ്പ് നമുക്കറിയാം. ഈ ഓരോരോ ഗവൺമെൻറ് കേന്ദ്രങ്ങളിൽ, സർക്കാർ കേന്ദ്രങ്ങളിൽ ഈ വാളയാർ പോലുള്ള ചെക്ക് പോസ്റ്റിൽ നടക്കുന്ന വലിയ അഴിമതി മാറിക്കൊണ്ട്, അവിടുത്തെ റോഡിലെ തിരക്ക് മാറിക്കൊണ്ട്, അവിടുത്തെ GST തട്ടിപ്പുകൾ മാറിക്കൊണ്ട് ഇന്ന് ഒരു വൺ ഇന്ത്യ വൺ ടാക്സ് എന്ന് വന്നപ്പോൾ കൂടുതൽ വരുമാനം വരികയും, അതുകൊണ്ടാണല്ലോ കേന്ദ്രത്തിൻ്റെയൊക്കെ നികുതി വരുമാനം ഇന്ന് 1.5 ലക്ഷം കോടിയിലൊക്കെ അധികം കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് വരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവൻ വരുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു നല്ല പെർസെൻറ്റേജ് 2%ഓളം ഇന്ന് കേരളത്തിലേക്ക് കിട്ടുന്നുള്ളത് സത്യത്തിൽ അധിക വരുമാനമാണ് സംസ്ഥാന സർക്കാരിന് കിട്ടുന്നത്. കേരളത്തിൽ പിരിക്കുമ്പോൾ ഇതിൻ്റെ പകുതി പോലും കിട്ടിയിരുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാനത്ത് നിന്ന് ആവശ്യത്തിലധികം കിട്ടുന്നു. കാരണം ഇന്ത്യയുടെ കൂടുതൽ നികുതി വരുമാനം കൂടുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കേരളത്തിലേക്ക് കിട്ടുന്നു എന്നുള്ളത് ഇവിടെ കൂടുതൽ നമുക്ക് നമ്മളുടെ ഉദ്യോഗസ്ഥരെ കുറയ്ക്കുകയും കൂടുതൽ വരുമാനം കിട്ടുവാനുള്ള സാധ്യതയായിട്ടാണ് ഇന്ന് എല്ലാ പണ്ഡിതന്മാരും പറയുന്നതും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധന്മാർ കണക്കാക്കുന്നതും. അതുകൊണ്ട് വരുമാനം കൂടുതൽ വരുന്നുണ്ട്, സംശയമില്ല. പക്ഷേ കേരളത്തിൻ്റെ ചിലവുകളും കാര്യമായിട്ട് കൂടുന്നു. തനത് വരുമാനം, സംസ്ഥാനത്തിൻ്റെ വരുമാനമോ ഇവിടെ പ്രൊഡക്ഷനോ സൃഷ്ടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ഇത്രയേറെ വികസനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ മൂലധന ചെലവുകളുടെ കാര്യത്തിലും സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലും പറ്റാത്തതെന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് വായിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പേജ് നമ്പർ 59 ഒക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണം. ഇതിലെല്ലാം കൃത്യമായി ഓരോ താലൂക്ക് ഓഫീസിലും അതുപോലെ തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ തഹസിൽദാർ ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസുകളിലും ഓരോരോ ഗ്രാമങ്ങളിലെ എങ്ങനെയാണ് നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത്, അത് ഓരോരോ കെട്ടിടങ്ങളുടെ നികുതി എങ്ങനെയാണ് വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത് തുടങ്ങി പാൽ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ മുഴുവൻ തട്ടിപ്പ് കാണിച്ചതിൻ്റെ നീണ്ട കണക്കുകളാണ് CAG റിപ്പോർട്ട് നടത്തുന്നത്. അതല്ലാണ്ട് ഇതൊരു കിഫ്ബിയുടെ മാത്രം പ്രശ്നമല്ല. സംസ്ഥാനത്തെ ഭരണകൂടം നികുതി പിരിവിൽ പൂർണ്ണമായി തകർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ട് ഇവർ ഇത് തകർത്തിരിക്കുന്നു, കൂടുതൽ കളക്ഷൻ മേടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതെ, ശ്രീ റോണി കെ ബേബി, ഇവിടെ CAG റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇത്രയും നാൾ സംസ്ഥാന സർക്കാർ കിഫ്ബിക്ക് വേണ്ടി വാദിച്ചതൊക്കെ വെള്ളത്തിലാകുന്ന കാഴ്ചയും നമ്മൾ ഇന്നത്തെ CAG റിപ്പോർട്ടിൽ കണ്ടതാണ്. 2 പ്രധാന പരാമർശങ്ങൾ, ഗുരുതര ആരോപണങ്ങൾ CAG റിപ്പോർട്ടിൽ കിഫ്ബിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. 1, കിഫ്ബിയുമായിട്ടുള്ള ഇടപാടുകൾ സുതാര്യമല്ല. 2, കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ഉതകുന്ന തരത്തിലുള്ളതല്ല എന്നുള്ള കണ്ടെത്തലുമുണ്ട്. അതായത് ഈ കിഫ്ബി കൊണ്ട് സംസ്ഥാനത്തിന് എന്താണ് പ്രയോജനം എന്നുള്ളത് ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നം ആയി തന്നെ നിൽക്കുകയാണെന്ന് മാത്രമല്ല, ഈ കിഫ്ബിയുടെ കടബാധ്യത അടയ്ക്കാനാണ് റവന്യൂ വരുമാനത്തിന്റെ നല്ലൊരു പങ്കും പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ മറ്റൊരു ഗുരുതരമായ അവസ്ഥയും. പിണറായി വിജയൻ സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥിതിയും ഈ കിഫ്ബി മൂലം വന്ന അധിക സാമ്പത്തിക ബാധ്യതയും സൂചിപ്പിക്കുന്ന ആദ്യത്തെ CAG റിപ്പോർട്ട് അല്ലിത്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി തുടർച്ചയായി ഈ കാര്യങ്ങള് CAGയുടെ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് നാട്ടിലുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നുമുണ്ട്. പക്ഷെ മനസ്സിലാകാത്ത ഏക വിഭാഗം അല്ലെ ആളുകൾ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ക്യാപ്സൂളുകൾ വിഴുങ്ങുന്ന കുറെ ആളുകൾ മാത്രമാണ്. അവരിത് വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.
എത്ര രാത്രി വൈകി നേരം വെളുത്താലും അവർക്ക് മാത്രം നേരം വെളുക്കത്തില്ല. ഇനി നാളെ ഞാൻ സംശയിക്കാൻ പോകുന്നത് ഇനി CAG-ക്കെതിരെയാണോ ഇവർ ഇനി സമരം നടത്താൻ പോകുന്നത് എന്നുകൂടി എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്ര വ്യക്തമായിട്ടാണ് CAG ഈ കണക്കുകളും കാര്യങ്ങളും ഇവിടെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ നാട്ടിലെ ഏത് കൊച്ചിനും അറിയാം, അല്ലെ ഏത് കുഞ്ഞു കുട്ടിക്കും അറിയാം. കാരണം ഇത് എന്ന് പറയുന്ന ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പല്ല. ഈ കിഫ്ബി സംവിധാനം വഴി കടമെടുക്കാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ തന്നെ ഈ നാട്ടിലെ അത്യാവശ്യം അറിവും സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചൊക്കെ വിവരവും ഒക്കെ ഉള്ള ആളുകളും അന്നത്തെ പ്രതിപക്ഷവും ഒക്കെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് നമുക്ക് ബാധ്യതയായി മാറും. ഒരിക്കലും ബജറ്റിന് പുറത്ത് ഒരു കടമെടുപ്പ് സാധ്യമല്ല. കാരണം എന്താ? കാരണം ഒരു ജനാധിപത്യ ഭരണക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാ പിന്നെ ഈ നാട്ടിൽ പിന്നെ ബജറ്റിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇവർക്ക് തോന്നുമ്പടി കിട്ടുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ കടമെടുത്തൊക്കെ കൂട്ടിയാൽ മതിയല്ലോ. ആരോടും കണക്കും പറയേണ്ട, ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല, എന്തും ചെയ്യാമല്ലോ. അപ്പോൾ ഈ നാട്ടിൽ എന്താ ഈ ബജറ്റും ഒക്കെ നിൽക്കുന്നത്? ബജറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തൊക്കെ ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. കാരണം എന്താ ബജറ്റിൽ പറയുന്നത്? ഇവനെ സിംഗിൾ പൈസ, അതായത് ഒരു പൈസ പോലും, നമുക്കറിയാം ഒരു പൈസക്കൊക്കെ എത്രമാത്രം മൂല്യമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഈവൻ സിംഗിൾ പൈസ ഈ പറയുന്ന നിയമസഭയുടെയോ അല്ലെ പാർലമെന്റിന്റെയോ അല്ലെ ജനാധിപത്യത്തിലെ ശ്രീകോവിലായിട്ടുള്ള നിയമനിർമ്മാണ സഭയുടെ അനുവാദമില്ലാതെ പിരിക്കുവാനോ ചെലവഴിക്കുവാനോ എക്സിക്യൂട്ടീവിന് അല്ലെ ഗവൺമെന്റിന് അധികാരമില്ല. ഞാൻ പറയുന്ന ഒരു പൈസ, അതാണ് ഈ ഇതിന്റെ നോംസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ? ഇവിടെ ഈ രണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് CAG ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇതിന്റെ സോഴ്സ് വ്യക്തമാക്കാതെ ഗവൺമെന്റ് കിട്ടാവുന്ന സോഴ്സിൽ നിന്നൊക്കെ പണം കടമെടുക്കുന്നു. നിയമസഭയ്ക്ക് പോലും ഇതിനെക്കുറിച്ച് അറിവില്ല, ഏതാണ് ഇതിന്റെ സോഴ്സുകൾ, കിഫ്ബിയിലേക്ക് വരുന്ന ഫണ്ടുകളുടെ സോഴ്സ് എവിടെയാണ്. രണ്ട്, ഒരു എക്സ്ട്രാ ലെജിസ്ലേറ്റീവ് പവർ കിഫ്ബി എന്താ? ഞാൻ പറഞ്ഞതുപോലെ നിയമനിർമ്മാണ സഭയില് അല്ലെങ്കിൽ നിയമസഭയ്ക്ക് ഇതിന്റെ ഈ പറയുന്ന സോഴ്സോ ഇതിന്റെ ബാധ്യതയോ ഇതിന്റെ പേയ്മെന്റോ ഇതിന്റെ കുടിശ്ശികയോ ഒന്നും അറിയത്തില്ല. അപ്പോൾ നിയമസഭയ്ക്ക് മുകളിലേക്ക് ഒരു എക്സ്ട്രാ ലെജിസ്ലേറ്റീവ് പവറായി കിഫ്ബി മാറുന്നു. ഇതൊക്കെ എങ്ങനെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമുക്ക് സമ്മതിക്കാൻ കഴിയും? 2018 കിഫ്ബിയിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് വന്നപ്പോൾ അതിനെ എതിർത്തവരാണ് ഇടതുപക്ഷക്കാര്. അവർ പറയുന്നത് കിഫ്ബിയിൽ ഓഡിറ്റിംഗ് ഒന്നും വേണ്ടതാ പറയുന്നത്. അപ്പൊ ഇതെന്തൊരു സിസ്റ്റമാ? ഈ പറയുന്ന ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ അല്ലെ എത്ര രൂപ ചെലവഴിച്ചു, ഇതിനൊന്നൊരു ഓഡിറ്റിംഗ് വേണ്ടെന്ന് പറയുന്നു. പിന്നീട് CAG-യുടെ ഒക്കെ നിർബന്ധപ്രകാരമാണ് ഇതിന് ഓഡിറ്റിംഗ് വന്നത്. അന്ന് മുതൽ കൃത്യമായി തന്നെ ഇതിന്റെ ബാധ്യതകൾ അല്ലെ കിഫ്ബിയുടെ ബാധ്യതകളൊക്കെ ഇവിടെ അതിഗുരുതരമായ പല പ്രശ്നങ്ങളുണ്ടെന്നേ. കിഫ്ബി വഴി എടുത്ത 8000 കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിൽ കിടക്കുമ്പോൾ അതിന് നമ്മൾ പലിശ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന 9.72% പലിശയ്ക്ക് നമ്മൾ 2150 കോടി രൂപ മസാല ബോണ്ട് ഇറക്കിയത്, മസാല ബോണ്ട് മേടിച്ചത്. അതും ഇന്നെന്താ തോമസ് ഐസക്കിനെ എന്താ ED ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അദ്ദേഹം EDക്ക് മുമ്പിൽ ചോദ്യം ചെയ്യാൻ അദ്ദേഹം പോകുന്നില്ല. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സുതാര്യമാണെങ്കിൽ ഈ പറഞ്ഞ കിഫ്ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ, മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ഗവൺമെന്റ് കൃത്യമായ നിയമവും ചട്ടവും പാലിച്ചെങ്കിൽ എന്തുകൊണ്ട് തോമസ് ഐസക്കിന് EDയുടെ അടുത്ത് ചോദ്യം ചെയ്യാൻ പോയിക്കൂടാ? കാരണം ഇവര് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾ റിസർവ് ബാങ്കിന്റെ അനുവാദത്തോടു കൂടിയാണ് മസാല ബോണ്ട് ഞങ്ങൾ ഇഷ്യൂ ചെയ്തത്. പക്ഷേ റിസർവ് ബാങ്ക് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഒന്ന്, ഇന്ത്യൻ റുപ്പിയിൽ മാത്രമേ ഇതിന്റെ ട്രാൻസാക്ഷൻ പാടുള്ളൂ. രണ്ട്, ഇന്ത്യൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന ബോണ്ടുകൾ ഇറക്കി പൈസ മേടിക്കാവുള്ളൂ. അതിനെ രണ്ടിനെ വയലേറ്റ് ചെയ്തു. ഒന്ന്, ഇന്ത്യൻ റുപ്പിയിലല്ല, രണ്ട്, ഇന്ത്യൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല ഈ പറയുന്ന മസാല ബോണ്ട് ഇഷ്യൂ ചെയ്ത്. അപ്പോൾ എന്താ ഇന്ന് കൃത്യമായി തന്നെ 25,000 കോടി നമ്മുടെ കേരളത്തിന് ബാധ്യതയായി മാറിയിരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ കടമെടുപ്പ് പരിധിയൊക്കെ വെട്ടിക്കുറച്ചത്. അല്ലാതെ നമ്മൾ കേന്ദ്രത്തിനെതിരെ എല്ലാത്തിന്റെയും പാളിച്ച അല്ലെ എല്ലാത്തിനും ഞാൻ വളരെ കൃത്യമായി തന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് പറയുക, നമ്മൾ കിഫ്ബി വഴി ഇതിൽ 14,000 കോടി നമ്മൾ കടമെടുത്തു കഴിഞ്ഞു. ഇനി 11,000 കോടി ഈ പറഞ്ഞ പെൻഷൻ ഫണ്ട് സംവിധാനം വഴി നമ്മൾ കടമെടുത്ത് മൊത്തം 25,000 കോടി. ഈ കിഫ്ബി തുടങ്ങിയപ്പോൾ ഇതിന്റെ റീപേയ്മെന്റ് ആയി പറഞ്ഞിരുന്നത് 2 സോഴ്സുകളാണ്. ഒന്ന്, റോഡ് സെസ് വഴി ഇതിന്റെ റീപേയ്മെന്റ് നടത്തും. രണ്ട്, ഇന്ധന സെസ് വഴി ഇതിന്റെ റീപേയ്മെന്റ് നടത്തും. പക്ഷെ ഈ 2 സോഴ്സുകളിൽ നിന്നും 1 രൂപ പോലും റീപേയ്മെന്റ് നടത്തിയിട്ടില്ല. ഞാൻ കൃത്യമായി പറയാം, ഇന്നത്തെ ഈ പറയുന്ന CAG റിപ്പോർട്ടിൽ പറയുന്നത് 2022 വരെ തിരിച്ചടച്ചത് 1047 കോടി രൂപ. അപ്പൊ ഈ 1047 കോടി രൂപ നിങ്ങൾ എവിടുന്ന് തിരിച്ചടച്ചത് കിഫ്ബിയിലേക്ക്? ഇത് ബജറ്റിന്റെ പരിധിയിൽ വരികയാണെങ്കിൽ ഈ 1047 കോടി രൂപ ഞാൻ കൃത്യമായി AKG സെൻട്രലിൽ നിന്നാണ് നിങ്ങൾ തിരിച്ചടച്ചത്? അതോ CPM-ന്റെ പ്രവർത്തകർ ബക്കറ്റ് വിരോധം നടത്തിയാണോ ഈ പറയുന്ന 1047 കോടി രൂപ നിങ്ങൾ കിഫ്ബിക്ക് തിരിച്ചടച്ചത്? അപ്പോൾ 1047 കോടി രൂപ നിങ്ങൾ തിരിച്ചടച്ചത് വളരെ കൃത്യമായിട്ട് തന്നെ ബജറ്റിൽ നിന്ന് തന്നെയാണ്. ബജറ്റിലെ വരുമാന സോഴ്സുകൾ അത് വകമാറ്റിയാണ് നിങ്ങൾ കിഫ്ബിക്കുള്ള ഈ പറയുന്ന 1047 കോടി രൂപ റീപേയ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ വരവിന് മാത്രം സോഴ്സ് ഇല്ല, വരവ് മാത്രം ബജറ്റിന് പുറത്ത്, തിരിച്ചടയ്ക്കുന്നതെല്ലാം ബജറ്റിനകത്ത്. അപ്പൊ നിങ്ങൾ എന്ത് ലോജിക്കിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഇന്ന് കേരളത്തിന്റെ
കടം, പബ്ലിക് ഡെപ്റ്റ് ഭീകരമായി കൂടുന്നെങ്കിൽ അതിന്റെ ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് കിഫ്ബിയാണ്. ഞാൻ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ധനകാര്യമന്ത്രിയുടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വെബ്സൈറ്റിൽ ഒന്ന് പോയി പരിശോധിക്കുകയുണ്ടായി. ഏറ്റവും അവസാനം, അതായത് 2023 മാർച്ചിൽ 80,352 കോടി രൂപയുടെ 1057 പദ്ധതികൾക്കാണ് പിന്നെ നിങ്ങൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ഈ 80,352 കോടി രൂപ? ഈ 80,352 കോടി രൂപ ഇനി നിങ്ങൾ ഈ കിഫ്ബി വഴി നിങ്ങൾ സമാഹരിച്ചെങ്കിൽ ഈ കേരളത്തിന് പബ്ലിക് ഡെറ്റ് എവിടെ പോയി നിൽക്കും? റിസർവ് ബാങ്ക് പറയുന്നത് ഈ വർഷം നമ്മൾ 4,29,000 കോടിയിലേക്ക് കേരളത്തിന് പൊതുകടം പോവുക. അപ്പോൾ ഈ 80,000 കോടികൾ വന്നു കഴിഞ്ഞാൽ 5 ലക്ഷം മുകളിലേക്ക് കേരളത്തിന് പൊതുകടം പോവുക. ഇത് നമ്മൾ എങ്ങനെ തിരിച്ചടയ്ക്കും? ഇതിന്റെ ബാധ്യത ഇവിടെ CPM-കാരൊക്കെ വലിയ അവകാശപ്പെടുന്നു, വലിയ അഭിമാനിക്കുന്നത് ഞാൻ കേട്ടു. ഇടതുപക്ഷത്തിന്റെ വക്താക്കളൊക്കെ കേരളത്തിന്റെ റവന്യൂ വരുമാനം വളരെ രീതിയിൽ ഇൻക്രീസ് ചെയ്തു പറയുക. 19.49% റവന്യൂ ഇൻകം അല്ല റവന്യൂ വരുമാനം കേരളത്തിന്റെ കൂടിയത്. പക്ഷെ അവരോട് ഞാനൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചോട്ടെ. പലിശയുടെ ഗ്രോത്ത് എത്രയാണെന്നറിയാമോ? ഇൻട്രസ്റ്റിന്റെ ഗ്രോത്ത് 19.98% നിലവിൽ ഈ വർഷം നമ്മൾ ഈ പറഞ്ഞ ഇൻട്രസ്റ്റിന്റെ മാത്രം ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്താ, നമ്മുടെ ഇൻകത്തിനേക്കാൾ ഗ്രോത്തിലേക്ക് എങ്ങോട്ട് പോവുക? നമ്മുടെ ഇൻട്രസ്റ്റ് റീപേയ്മെന്റിന്റെ ഗ്രോത്ത് റേറ്റ് കൂടുക. അപ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കും? CAG കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞ എത്രയാണെന്നറിയാമോ? നിങ്ങൾ ഈ പറയുന്ന ഈ കെടുകാര്യസ്ഥതയൊക്കെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കേരളത്തിന്റെ മൊത്തം വരുമാനത്തിന് 4/1 പിരിഞ്ഞു കിട്ടാൻ കിടക്കുക. അതായത് 25,000 കോടി രൂപ, 25,000 crores of rupees എന്ന് പറയുന്നത്, അതായത് മൊത്തം വരുമാനത്തിന്റെ 25% എന്ന് പറയുന്നത് പിരിഞ്ഞു കിട്ടാനുള്ള നികുതി സംവിധാനങ്ങളും നിങ്ങൾ കണ്ണടച്ചു വിടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കേരളീയം പോലെ നവകേരള സദസ്സിന് പോലെ വലിയ സ്പോൺസർഷിപ്പ് മേടിച്ച് ഈ വലിയ മദ്യരാജാക്കന്മാരുടെയും വലിയ സ്വർണ്ണക്കട മുതലാളിമാരുടെയും വലിയ ക്വാറി മുതലാളിമാരുടെയും ഒക്കെ നികുതി നിങ്ങൾ എഴുതി തള്ളിയ വകയിൽ നമുക്ക് പിരിഞ്ഞു കിട്ടാനുള്ളത് 25,000 കോടിയാ. ഇവിടെ GSTയെ കുറിച്ച് ബഹുമാനപ്പെട്ട CPM-ന്റെ വക്താവ് ഇവിടെ പറയുന്നത് കേട്ടു, വൺ നേഷൻ. അവരെ ഇനി ആ ഒരു ലോജിക്ക് കൊണ്ടുവരിക, എല്ലാം ഒരു രാജ്യം ഒറ്റ നീതി, അതിനാണല്ലോ എതിർക്കുന്നത്. പക്ഷെ 2017 GST നടപ്പാക്കിയപ്പോൾ കേരളത്തിലെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞത്, ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഇതിന് ഏറ്റവും വലിയ മെച്ചം കിട്ടാൻ പോകുന്നത് കേരളത്തിനാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം, ഏറ്റവും വലിയ ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് GSTയുടെ ഏറ്റവും അധികം ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. പക്ഷെ നമ്മൾ GST വരുമാനത്തിൽ നമ്മൾ 1ാം സ്ഥാനത്തല്ല. ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് പോലും നമ്മൾ GST വരുമാനത്തിൽ നമ്മൾ 7ാം സ്ഥാനത്താണ്. നമുക്ക് GST ഗ്രോത്ത് ഈ വർഷം 20% ഉള്ളൂ. എന്തുകൊണ്ട്? അത് നിങ്ങളുടെ പാളിച്ചയാണ്, നിങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ പാളിച്ചയാ. ഇന്നും വാറ്റ് സംവിധാനത്തിൽ നിന്നും പൂർണ്ണമായും നമ്മൾ GSTയിലേക്ക് നമ്മുടെ നികുതി ഘടനയെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്തിട്ടില്ല. അത് പിരിക്കുവാനുള്ള ഭരണ സംവിധാനങ്ങളെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്തിട്ടില്ല. വിൽപ്പന നികുതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പൂർണ്ണമായും GSTയിലേക്ക് നമ്മൾ പുനർവിന്യാസം ചെയ്തിട്ടില്ല. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം നികുതി വെട്ടിപ്പും നികുതി തട്ടിപ്പും നടക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ ധനകാര്യമന്ത്രിക്കാണ്, ഈ സർക്കാരിനാണ്. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഉത്തരവാദിത്തങ്ങളിൽ വെള്ളം ചേർത്തു എന്ന്. ശ്രീ ബിലെ പ്രകാശ്, ഇവിടെ നമുക്കറിയാം റവന്യൂ വരുമാനം കൂടി എന്നാണ് വാദിക്കുന്നത്. കണക്കുകൾ പ്രകാരം 19.49% കൂടിയിട്ടുള്ളത്. പക്ഷേ അതനുസരിച്ച് റവന്യൂ ചിലവ് കൂടിയിട്ടുണ്ട്. അത് 19.98%. അത് പലിശ അടയ്ക്കാനാണ് വിനിയോഗിക്കുന്നത് എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വരുമാനത്തിനേക്കാൾ റവന്യൂ ചിലവ് കൂടുന്നത്? സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ അത് എത്രത്തോളം അപകടകരമാണ്? അതായത് 2012 ഞാനിവിടെ കേരളത്തിലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു 3 വർഷം തോറും. അപ്പോൾ അതുമുതലേ ഉള്ള സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ടുള്ളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ ഈ ധനസ്ഥിതി മെച്ചമായില്ല എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, വളരെ മോശമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു ധനകാര്യ മാനേജ്മെൻറ്റാണ്. പിന്നെ ഈ ചെലവുകൾ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള ഒരു ശ്രമം വരുന്നില്ല. ഒരുപാട് മേഖലകളിൽ ധനധൂർത്താണ് നടക്കുന്നത്. പിന്നെ ഈ ധനസ്ഥിതി മോശമാകുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു കാരണം ഈ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തുടർച്ചയായിട്ടിങ്ങനെ 2012 മുതൽ 2012 പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയിൽ ഞങ്ങൾ വെച്ച ഒരു റെക്കമെൻഡേഷനാണ് ഈ ശമ്പള പെൻഷൻ പരിഷ്കരണം 10 വർഷത്തിലാക്കണമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ 25 വർഷത്തെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ എപ്പോഴെല്ലാം ശമ്പളവും പെൻഷനും വർദ്ധിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ക്രൈസിസിലേക്ക് പോകുന്നു. അത് ഉറപ്പിച്ച് തന്നെ പറയാം, ഒരു തിയറിയായിട്ട് തന്നെ പറയാം.
സംസ്ഥാനത്തിൻ്റെ സ്ഥിതി മെച്ചമാക്കണമെങ്കിൽ ഈ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം നടക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുന്നു. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഈ തരത്തിലുള്ള ബേസിക്കായിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 2016 ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചില്ലേ? അതിലെന്താണ് പറയുന്നത്? ഈ നിലയ്ക്കാണ് പോയി കഴിഞ്ഞാൽ 2021 ആകുമ്പോൾ ശമ്പളവും പെൻഷനും മുടങ്ങും എന്ന് 2016 ധവളപത്രം പറയുന്നില്ലേ? അപ്പോൾ ചുരുക്കത്തിൽ ഞാനീ പറഞ്ഞത് ഒരു വർഷത്തെ കാര്യമല്ല, തുടർച്ചയായിട്ട് നമ്മുടെ സർക്കാരുകൾ ഈ ധനകാര്യ മാനേജ്മെൻറ്റ് വളരെ മോശമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് ഈ ധനകാര്യ മാനേജ്മെൻറ്റിനെ പറ്റി പൊതുവിലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, MLA-മാർ, മന്ത്രിമാർക്ക് അവർക്ക് വളരെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം സർക്കാരല്ലേ പണം എങ്ങനെയെങ്കിലും ഉണ്ടായിക്കൊള്ളും എന്നുള്ളൊരു തെറ്റിദ്ധാരണ. പിന്നെ ചിലർ കരുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ കറൻസി നോട്ട് ഗവൺമെൻറ് പ്രസ്സിൽ അച്ചടിക്കുന്നു, അത് ചാക്കിൽ കെട്ടി ഇവിടെ ട്രഷറി കൊണ്ടുവരുന്നു, അത് വിതരണം ചെയ്യുന്നു, അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് ഈ ധനകാര്യമെന്നാണ് വളരെ ഉയർന്ന ഉദ്യോഗസ്ഥർ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കളൊക്കെ കാണുന്നത്. ഞാൻ വെറുതെ കാഷ്വലായിട്ട് പറഞ്ഞതല്ല. അങ്ങനെ ഒരു നാട്ടിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പണം ധാരാളം വന്നുള്ള എങ്ങനെയെങ്കിലും ചിലവാക്കാം, പിന്നെ എങ്ങനെ ധനതൂർത്ത് നടത്തിയാലും ഒരു കുഴപ്പമില്ല, നമ്മുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും മറ്റ് താല്പര്യങ്ങളും വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കറക്ഷൻ വരാതെ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചമാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. അപ്പോൾ അതിലേക്കുള്ള വളരെ ധീരമായിട്ടുള്ള നടപടികളാണ് നമുക്ക് വേണ്ടത്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു, അത് ഒരു ദിവസം കൊണ്ടത് മാറ്റാനൊക്കില്ല. ഇതിലൊരു കറക്ഷൻ എത്രത്തോളം നമുക്ക് വരുത്താൻ കഴിയും, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ധനസ്ഥിതി മെച്ചമാകുന്നത്. അതെ, ശ്രീ സതീഷ് വസന്ത്, നമുക്കറിയാം, അതായത് സെപ്റ്റംബർ 14 CAG റിപ്പോർട്ടിൽ 2023 സംസ്ഥാനത്തെ നികുതി ചുമത്തലിലും ഈടാക്കലിലും പിഴവുകൾ ഉണ്ടായതായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. CAG അന്നേ റിപ്പോർട്ട് നൽകിയതാണ്. ഖജനാവിന് നഷ്ടം 72 കോടിയാണ് ഈ നികുതി ഇനത്തിൽ തന്നെ ഉണ്ടായതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ ഗുരുതര വീഴ്ച വന്നിട്ടുണ്ട്. അത് 7100 കോടിയുടെ റവന്യൂ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെന്ന് ഫെബ്രുവരി 9 CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്രയധികം ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും മറികടക്കാൻ താങ്കൾ നേരത്തെ പറയുകയുണ്ടായി, ചർച്ച ചെയ്യാം, പരിഹരിക്കാം എന്നൊക്കെ. പക്ഷേ ഇതുവരെ അതൊന്നും മറികടക്കാനുള്ള യാതൊരു നടപടിക്രമങ്ങളിലേക്കും പോയിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ നികുതി പിരിവ് കാര്യക്ഷമമല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? അല്ല, ശരിയാണ്. ഇപ്പം ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷമല്ല ഈ സാമ്പത്തിക സ്ഥിതി ഇത്രയും മോശമായത്. നമ്മൾ കാലാകാലങ്ങളിൽ നമ്മൾ നടന്നു വരുന്ന ആ ഒരു പാറ്റേൺ, ഇപ്പം നമ്മളെ സാമ്പത്തിക പ്രകാശ് സാർ പറഞ്ഞ പോലെ ആ പാറ്റേൺ ഇപ്പം തന്നെ 5 വർഷത്തിലൊരിക്കൽ നമ്മൾ ശമ്പള കമ്മീഷൻ അത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു 10 വർഷം. അപ്പോൾ ആ 10 വർഷത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരവിടെ ബഹളം ഉണ്ടാക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം എല്ലാം കുറച്ച് രാഷ്ട്രീയം ഇതിൽ വരുമല്ലോ, നമ്മളത് മനസ്സിലാക്കണം. പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ നികുതി പിരിവ് കുറഞ്ഞിട്ടൊന്നുമില്ല. അത് പ്രകാശ് അത് പറയിട്ട് നികുതി ഉപയോഗം, പക്ഷേ അതിന് നമുക്ക് പലിശ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇപ്പം നമ്മളെ BJPയുടെ പ്രതിനിധി പറഞ്ഞ പോലെ കേരളത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുന്ന ആളുകളുടെ ജീവിത നിലവാരം മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ മുന്നിലാണ്, നിങ്ങളത് മനസ്സിലാക്കണം. അപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ പുറകോട്ട് പോയെങ്കിലും നമ്മളിവിടുത്തെ ജീവിത നിലവാരം നമ്മൾ ഒന്ന് നോക്കണം. അതുകൊണ്ട് ആരോഗ്യ മേഖല അദ്ദേഹം പറഞ്ഞ ആരോഗ്യ മേഖല നമുക്കില്ല, നമുക്കതിന് തന്നതാവില്ല. പക്ഷേ ഇന്ന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആയിരുന്നാലും എല്ലാം നമ്മളെ ഈ ലോക നിലവാരത്തിലുള്ള എല്ലാ ഫെസിലിറ്റിയും ഇന്ന് ആരോഗ്യ മേഖലയിലുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖല നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മൾ സ്കൂൾ കെട്ടിടങ്ങളും ഇതൊക്കെ നോക്കിക്കൊള്ളണം. നമ്മളെ സ്വകാര്യ മേഖലയിൽ നിന്ന് കുട്ടികളിപ്പം ഗവൺമെൻറ് മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുമേഖലയിൽ കുട്ടികൾ പഠിക്കാതെ അതിൻ്റെ നിങ്ങളൊന്ന് ഹൈടെക് രീതിയിലാണ് സ്കൂളുകൾ വച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പാലങ്ങൾ നിങ്ങൾ നോക്കൂ, ഇഷ്ടം പോലെ നമ്മളെ റോഡ് സഞ്ചാരം നിങ്ങൾ നോക്കൂ. അപ്പോൾ ഇതെല്ലാം ആ സ്ട്രക്ചറൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഡെവലപ്പ് ചെയ്തതിൻ്റെ അത്രയ്ക്കുള്ള നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സെസ് ആയിരുന്നാലും മറ്റ് നികുതിയായിട്ടും നമുക്ക് തിരിച്ചു വന്നിട്ടില്ല. അത് വരുത്താനുള്ളൊരു സംവിധാനം. ഇപ്പം നിങ്ങൾ നികുതി ഇതിൻ്റെ പറഞ്ഞു കുറേ ഇതെന്ന് പറയുന്നത് കോടതികളിൽ കേസുണ്ടെന്നേ. ആ കോടതികളിൽ കേസ് കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് കോടതി മറന്നുകൊണ്ടൊന്ന് നമുക്ക് പോകാൻ പറ്റുമോ? ഒന്ന് നോക്കിക്കോളൂ. കുറേ നികുതികൾ നമുക്ക് പിരിച്ചെടുക്കാറുണ്ട്. അത് നമ്മളെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും നമുക്ക് നികുതികൾ അതുപോലെ തന്നെ ബാക്കിയുള്ളത് പിരിച്ചെടുക്കാറുണ്ട്. അത് സ്വകാര്യ മേഖലയിൽ മാത്രമല്ല. അത് പ്രകാശ് സാറ് ശരിയല്ലേ? അത് അങ്ങനെയാണ്. അപ്പം നമുക്കെന്ന് പറയുന്നത് പിന്നെ അതുപോലെ ഈ കിഫ്ബി എന്നുള്ള ഈ പദ്ധതി വന്നതിന് ശേഷമാണ് ഇത്രയും വലുതായതല്ലേ.
രോഹിണി, അത് നമ്മൾ മനസ്സിലാക്കി തന്നെ പറഞ്ഞു. ഇവർ എന്ത് പറഞ്ഞാലും അതിൻ്റെ ആഡ് ചെയ്ത് നമ്മളെ സംസ്ഥാന ബഡ്ജറ്റിലോ അല്ലെങ്കിൽ സംസ്ഥാന വിഹിതത്തിലോ അല്ലെങ്കിൽ ഏത് പദ്ധതിയിലും നിങ്ങൾ ചേർത്താൽ തന്നെ കിഫ്ബി വന്നതിന് ശേഷമാണ് ഇന്ന് കേരളത്തിൽ കണ്ടിട്ടുള്ള ഡെവലപ്പ് എല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ വരമായ ഒരു നെഗറ്റീവ് സൈഡൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ കാലാകാലങ്ങളിൽ അത് മറികടക്കുമെന്നാണ് എൻ്റെ ഇത്. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു തനതായ ഒരു വരുമാനം ഒന്നും തിരിച്ചു വന്നിട്ടില്ല. വളരെ ഇതാണ് കാലാകാലങ്ങളായി കടം മാത്രമാണ് കൂടുന്നത്. റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സാമ്പത്തിക ഉത്തരവാദിത്ത ഇത് കാര്യം ചെയ്യണോ? നമ്മളെ കേരളത്തിൽ വന്ന ഡെവലപ്പ് ചെയ്യുന്ന നിങ്ങളൊന്ന് നോക്കണം. നിങ്ങൾ തൊട്ടടുത്തുള്ള സ്കൂളിൽ, നിങ്ങൾ അന്ന് പഠിച്ച സ്കൂളിൽ നിങ്ങൾ ഇന്ന് പോയി നോക്കി നോക്കൂ. അവിടെ അങ്ങനെയാണോ? നിങ്ങൾ ആരോഗ്യ മേഖല നോക്കിയോളൂ. നിങ്ങൾ ഇവിടെ ഇപ്പം എന്ന് വെച്ചാൽ ഒരു പ്രാഥമിക ആശുപത്രികളല്ല, ഇപ്പം താലൂക്ക് ആശുപത്രികളായി. താലൂക്ക് ആശുപത്രികളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാണ് കുത്തേറ്റ വന്ദനാദാസിനെയും കൊണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യേണ്ടി വന്ന ഒരു പാവപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ നഷ്ടമാകേണ്ടി വന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത തന്നെയായിരുന്നു. ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്ന് ആംബുലൻസിൽ 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തിച്ചപ്പോഴത്തേക്കും അവരുടെ ജീവൻ പോയി. ഇപ്പോൾ CBI അന്വേഷണത്തിന്റെ ആവശ്യമേ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നത്. അവിടെ പ്രാഥമിക കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് മെഡിക്കൽ കോളേജ് നിങ്ങളൊന്ന് ചെന്ന് നോക്കി നോക്കുള്ളൂ. അവിടെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പം മിക്കവാറും മെഡിക്കൽ കോളേജിൽ ഓരോ ആവശ്യത്തിനും മുമ്പ് അവിടുത്തെ ആ ഫ്ലോർ തന്നെ എന്ത് ഒരു ഭംഗിയെന്നറിയാമോ? നിങ്ങളൊന്ന് പരിശോധിക്കുക. പണ്ടത്തെ മെഡിക്കൽ കോളേജാണോ ഇപ്പോഴത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതെല്ലാം പറയണമെങ്കിലും അതിൻ്റെ ഒരു തനതായ ഒരു വരുമാനം വന്നിട്ടില്ല എന്ന് 100% ശരിയാണ്. പക്ഷേ നമുക്കിത് കരകയറിയല്ലേ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഈ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ നമുക്ക് കരകയറിയേ പറ്റുള്ളൂ. ആ മിസ്മാനേജ്മെൻറ്റ് എവിടെയാണോ അത് മാറ്റിയെടുക്കാനുള്ള സംവിധാനം ചെയ്തിരിക്കും. ധനകാര്യമന്ത്രി അങ്ങനെയൊന്നും മാറ്റിയില്ല. ഞാനത് പറയുന്നത് ഈ നമുക്ക് കിട്ടാനുള്ള ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതങ്ങൾ നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ സൂട്ടബിളായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്നുമല്ലേ. അതുകൊണ്ടാണല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോളട്ടെ. ഇപ്പോൾ CAG വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു കിഫ്ബി അധിക ബാധ്യതയാണ്, അത് കടമെടുപ്പ് പരിധിയിൽ വരില്ല എന്നുള്ള സർക്കാർ വാദത്തോട് യോജിക്കാൻ കഴിയില്ല. സർക്കാർ വാദങ്ങളൊന്നും സ്വീകാര്യമല്ല എന്നുള്ളത് ഇനി എങ്ങനെയാണ് സർക്കാർ പ്രതിരോധിക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചത് കിഫ്ബി എന്താണ് അധിക ബാധ്യത നിങ്ങളൊന്ന് പറയും. കിഫ്ബി വഴി എന്തെങ്കിലും നമുക്ക് നികുതി ശോഷണം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ കിഫ്ബി വഴി എന്തിനാണ് കിഫ്ബി രൂപീകരിച്ചെന്ന് പോലും ആരെങ്കിലും പറയില്ലല്ലോ. കിഫ്ബിയുടെ കടത്തിന്റെ പലിശയാണ് റവന്യൂ അത് വരുന്നേ. പലിശ കുറയ്ക്കാൻ സംവിധാനം ചെയ്ത പിന്നെ എന്താണ് സംസ്ഥാന സർക്കാരിനെ ഡെവലപ്മെന്റ് വരുമ്പോഴത്തേക്ക് ചില കിഫ്ബിയുടെ കാശ് വാങ്ങി കെട്ടിയ കെട്ടിടങ്ങളുടെ കണക്കാണ് താങ്കൾ പറയുന്നത്. മോടി പിടിപ്പിക്കുന്ന നല്ല ടൈലുകളൊക്കെ ഉണ്ടെങ്കിൽ അടിസ്ഥാന വികസനമാകുമോ? ഇത് സൊസൈറ്റി ഏത് രീതിയിലാണ് രോഗിയുടെ തൊട്ടടുത്തുള്ള വില്ലേജ് ഓഫീസിൽ നോക്കൂ. ആ പണ്ടത്തെ വില്ലേജ് ഓഫീസാണോ ഇപ്പോഴും? നിങ്ങളൊന്ന് സബ് രജിസ്റ്റർ ഓഫീസ് നോക്കൂ. പണ്ടത്തെ സബ് രജിസ്റ്റർ ഓഫീസാണോ? നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഈ ചുമ്മാ നമ്മൾ ഈ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സർക്കാരിനെ കുറ്റം പറയുക അല്ലെങ്കിൽ സാമ്പത്തിക മിസ്മാനേജ്മെൻ്റ് ഒന്നുമല്ല. മിസ്മാനേജ്മെൻ്റ് ഒന്നുമല്ല ഇത് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കാലാകാലങ്ങളിൽ അവലംബിച്ച് പോകുന്നതിൽ ട്രാക്ക് മാറ്റിയാലേ നമുക്കിനി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമ്മൾ തനതായ വരുമാനം, നമ്മൾ തനത് വരുമാനം കൂട്ടിയേ മതിയുള്ളൂ. നമ്മൾ പ്രൊഡക്ഷൻ ആ മേഖലയിൽ ഇറക്കണം. നമുക്ക് വരുമാനം കൂട്ടേണ്ട മേഖലകളിൽ നമ്മൾ കാശിറക്കൽ, ടൂറിസം പോലെ നമ്മൾ ഫിഷിങ് അതുപോലെ ഇത് നമ്മൾ വന്നാൽ മാത്രമേ നമുക്ക് ഈ കേരളം ഇനി പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ശരി ശരി ശ്രീ PR ശിവശങ്കർ, എന്തായാലും CAG റിപ്പോർട്ടിനെ തള്ളുകയാണ്. CAG എന്ത് അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടുകളൊക്കെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. കിഫ്ബി വഴി സംസ്ഥാനം ഇങ്ങനെ വികസനത്തിന്റെ ഉയർച്ചയിലേക്ക് കുതിക്കുക എന്നാണ് വാദം. ഞാൻ ആ വാദമുഖത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ എങ്ങനെയാണോ ഇടതുപക്ഷ പ്രതിനിധികൾ ഈ മുന്നിലിരിക്കുന്ന ആളുകളെ തെറ്റായ കണക്കുകളോ അവരുടെ അറിവില്ലായ്മയോ കൊണ്ട്, പക്ഷേ അത് നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടെ ശ്രീ സതീഷ് വസന്തൊക്കെ പറഞ്ഞതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്നുള്ളതിന് 2 സൂചനകൾ മാത്രം ഞാൻ നൽകാം. ഞാൻ കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് പറയേണ്ടെന്ന് വെച്ചിട്ടാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഇത്തവണയും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി സർക്കാർ സ്കൂളുകളിൽ, അതായത് അൺഎയ്ഡഡ് അല്ലാത്ത സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ കൂടുന്നു,
അത് കാരണം സ്കൂളിൻ്റെ പൊതുവെ കിഫ്ബി എല്ലാം പണിതത് കൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വാദമുഖം. 2023-ലും 24-ലും കണക്കുകൾ പറയുന്നത് 10,153 കുട്ടികൾ സർക്കാർ വിദ്യാലയങ്ങളിൽ കുറഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സൂചിപ്പിക്കുന്നത്. അത് ജന്മഭൂമിയിലോ ജനത്തിലോ അല്ല, മാതൃഭൂമിയിലും മാധ്യമത്തിലടക്കം ഇതേ കണക്കുകളാണ് വന്നതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അടുത്ത് സൂചിപ്പിക്കുന്നു. 2023-ലെയും 24-ലെയും കണക്കുകൾ അദ്ദേഹം നോക്കിക്കോട്ടെ. അൺഎയ്ഡഡ് സ്കൂളുകളിൽ അപ്പോൾ കൂടുകയും ചെയ്തു. 5,052 കുട്ടികൾ അൺഎയ്ഡഡ് സ്കൂളിൽ. അപ്പോൾ ടോട്ടൽ വിദ്യാർത്ഥികൾ കുറഞ്ഞത് കൊണ്ടല്ല, അൺഎയ്ഡഡ് സ്കൂളുകളിൽ 5,052 കുട്ടികൾ കൂടുകയും ചെയ്തു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ഇത് തെറ്റുണ്ട്. ഇങ്ങനെയാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ വന്ന് ഒരു കണക്കില്ലാണ്ട് എന്തെങ്കിലും വായിൽ തോന്നിയത് പറയും. സംസ്ഥാന സർക്കാർ ഇതാ കൂടുന്നു, സംസ്ഥാനത്തെ വിദ്യാഭ്യാസം വികസിച്ചിരിക്കുന്നു എന്നുള്ളത്. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് ചാൻസലർമാരെ നിയമിക്കുന്നതും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതും അത് സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും അത് ചില അവതാരകരുടെ ബന്ധുക്കളും മക്കളും ഭാര്യയും എല്ലാം ഉദ്യോഗസ്ഥരായി യൂണിവേഴ്സിറ്റിയിൽ വരുന്നതും അവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതും അത് പിടിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. യൂണിവേഴ്സിറ്റി സ്ഥിതി എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, ഞാൻ സൂചിപ്പിക്കുന്നില്ല. അടുത്തത് അദ്ദേഹം പറഞ്ഞത് പൊതു ആരോഗ്യസ്ഥിതിയാണ്. കേരളം വലിയ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഉന്നതിയിലാണ്. സംസ്ഥാന സർക്കാർ ഒരുപാട് സംസ്ഥാനത്തെ ആരോഗ്യത്തെ വികസിപ്പിക്കുവാൻ ചെയ്യുന്നു, ആശുപത്രികൾ വികസിപ്പിക്കാൻ ചെയ്യുന്നു. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 3 മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ ശ്രീചിത്ര അടക്കമുള്ള കോളേജുകളും മെഡിക്കൽ കോളേജുകളും വികസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ധനസഹായം കിട്ടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്നാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് 120 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ 100 കോടി രൂപ കേന്ദ്ര സഹായമാണ്. അതുപോലെ തന്നെ ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ നടക്കുന്ന 175 കോടി രൂപയുടെ പദ്ധതിയിൽ 120 കോടിയും കേന്ദ്ര സർക്കാരിൻ്റെ വക. കോഴിക്കോട് 195 കോടിയിൽ 120 കോടി അവിടെയും കേന്ദ്ര സർക്കാരിൻ്റെ വക. ശ്രീചിത്രയിലുള്ള 200 കോടിയിൽ ഏതാണ്ട് 150 കോടി രൂപയും കേന്ദ്ര സർക്കാരിൻ്റെ വകയാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്ത് മുഴുവനുള്ള ആശുപത്രിയിലെ വികസനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പണം ഡയറക്റ്റായിട്ട് വരുന്നുണ്ട്. അതുകൂടാണ്ട് കേരളത്തിലെ മുഴുവൻ ആയുർവേദ അലോപ്പതി ആശുപത്രികളിലും ഇന്ന് NRHM NHM ഫണ്ടുകളാണ് ഏതാണ്ട് കഴിഞ്ഞ ഓരോ വർഷവും 500 കോടിയിലേറെ തുക ഡയറക്റ്റായിട്ട് വരുന്നു. പല ആശുപത്രിയിലെ ഡോക്ടർമാരും NHRM ഫണ്ടിൻ്റെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ശമ്പളം കൊടുക്കുന്നത്. അവിടെ നിന്നാണ് ഇന്ന് ഓരോ ജില്ലയിലും പ്രത്യേക ആശുപത്രികളടക്കം നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളത് കണക്കാക്കണം. അപ്പോൾ ഈ സംസ്ഥാനത്ത് ആരോഗ്യ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ അവിടെ വെച്ച് നിർത്തുന്നു, അതല്ല ചർച്ച എന്നുള്ളത് കൊണ്ട്. 2, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നികുതി കുടിശ്ശിക എന്നത് 28,258 കോടി രൂപയോളം നികുതി കുടിശ്ശിക പിരിക്കേണ്ട. അത് കേരളത്തിലെ വരുമാനത്തിൻ്റെ ഏതാണ്ട് 24.23% വരും. അതായത് 1/4 ഭാഗം ഇപ്പോഴും നികുതി കുടിശ്ശികയായി കിടക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ കോടതിയിലുള്ളത് വെറും 10% മാത്രമാണ്. ആ 10%-ലും പലതും അന്യോന്യമുള്ള ഈ സംസ്ഥാന സർക്കാരിൻ്റെ 2 പാർട്ടികൾ തമ്മിൽ, അതായത് ഇലക്ട്രിസിറ്റി ബോർഡും വാട്ടർ കണക്ഷൻ ബോർഡുമോ അങ്ങനെയുള്ള 2 ഗവൺമെൻറ്റിൻ്റെ തന്നെ ബോഡികളുമായിട്ടുള്ള കേസുകളുമുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് മൂലമാണ് ഏതാണ്ട് 28,000 കോടി രൂപ കഴിഞ്ഞ 5 വർഷമായി പല ഗഡുക്കളായി മാറിയിരിക്കുന്നത് എന്നുള്ളത് ഈ CAG റിപ്പോർട്ടിൽ പറയുന്നത് വളരെ സത്യമാണ്. 2, ഈ നികുതി പിരിക്കുവാനായിട്ട് നമുക്കറിയാം ഇവിടുത്തെ കൈരളി TMT പോലുള്ള കമ്പനികളുടെ ചെയർമാൻ അടക്കം GST പിരിവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ കാണിച്ച നിഷ്ക്രിയത്വം കാരണം GST കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള GST ഉദ്യോഗസ്ഥർ വന്ന് റെയ്ഡ് ചെയ്ത് എത്ര നാളാണ് ജയിലിൽ കിടന്നു എന്നുള്ള കണക്ക് നമുക്കറിയാം. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ GST പിരിക്കുവാനായിട്ട് ഒട്ടും താല്പര്യം കാണിക്കുന്നുള്ളതിൻ്റെ അടുത്ത തെളിവാണ് നവകേരള പദ്ധതിയിൽ പെട്ടിട്ട് അവിടെ ഏറ്റവും കൂടുതൽ പിരിവ് നടത്തിയതിന് GSTയുടെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെയാണ് ഇവർ പലപ്പോഴും ഏറ്റവും കൂടുതൽ പിരിവ് നടത്തിയതിന് അവാർഡ് നൽകിയും ആദരിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയായിരിക്കും ഒരു GST ഉദ്യോഗസ്ഥൻ ഇത്രയേറെ പണം കളക്ട് ചെയ്യുക? അതായത് പണം തരാതെ നിങ്ങൾ പിടിച്ചു വയ്ക്കൂ, അത് നവകേരളത്തിനായി പണം നൽകൂ എന്ന് പറഞ്ഞല്ലേ കൃത്യമായി GST അടയ്ക്കുന്നവരാരെങ്കിലും നവകേരളത്തിന് ഇത്രയും പണം കൊടുക്കുമോ? അപ്പോൾ ഇത്തരത്തിൽ GST ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ പാർട്ടിയുടെ
വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം GST വകുപ്പിലെ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇദ്ദേഹം പറയുന്നത് ഈ റവന്യൂ കുടിശ്ശിക കമ്മി കൂടി എന്ന് പറയുന്നു. 19.49% റവന്യൂ കൂടി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഇതേ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു 19.98% പലിശ അടയ്ക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. പലിശ ഇനത്തിൽ ഏതാണ്ട് 20% പോകുന്നു. കൂടിയ തുക മുഴുവൻ പലിശ അടച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് കാലിയാക്കുന്നു എന്നുള്ള കണക്ക് കൂടിയുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംസ്ഥാനത്തെ ഖജനാവുകൾ കാലിയാക്കുവാൻ വേണ്ടിയിട്ട് നേരത്തെ പ്രസാദ് സാർ സൂചിപ്പിച്ചതുപോലെ 5 വർഷം കൂടുമ്പോഴുള്ള സംസ്ഥാന സർക്കാരിന് ഉദ്യോഗസ്ഥർക്കുള്ള വലിയ രീതിയിലുള്ള ശമ്പളം അത് അവർക്ക് കൊടുക്കുന്നില്ല. പാവങ്ങൾ കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് കിട്ടുന്നില്ല. DA പെൻഷൻ കൂടിയൊന്നും കിട്ടുന്നില്ല എന്നുള്ളതും വളരെ സത്യസമായ കാര്യമാണ്. അവരുടെ കാര്യം അങ്ങനെയാണ്. പക്ഷേ ഇത് ഈ 5 വർഷം കൂടുമ്പോൾ ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ സത്യത്തിൽ ബെനിഫിഷ്യറി സംസ്ഥാനത്തെ CPM ആണ്. കാരണം CPM-ന്റെ അല്ലെങ്കിൽ NGO യൂണിയൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 85% സർക്കാർ ഉദ്യോഗസ്ഥരും ഈ NGO യൂണിയൻ്റെ CPM-ന്റെ ഒരു പിൻബലത്തിലുള്ള സംഘടനയുടെ ഭാഗമാണ്. ഇവർ കോടിക്കണക്കിന് രൂപയാണ് എല്ലാ മാസവും ഈ ശമ്പളത്തിൽ നിന്ന് ലെവിയായിട്ട് പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തെ CPM-ന് കൊടുക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിൽ നിന്ന്, ഖജനാവിൽ നിന്ന് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നു എങ്കിൽ ആ ശമ്പളത്തിൻ്റെ നല്ലൊരു തുക സംസ്ഥാനത്തെ CPM-ന്റെ ബഡ്ജറ്റിലേക്ക് അല്ലെങ്കിൽ CPM-ന്റെ വരുമാനമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് നികുതി കുടിശ്ശിക പിരിക്കാണ്ട് മറ്റുള്ള രീതിയിൽ സംസ്ഥാനത്തെ പാർട്ടി ഫണ്ടിലേക്ക് വലിക്കുകയും ഡയറക്റ്റായിട്ട് അവരുടെ ശമ്പളത്തിൽ നിന്ന് വലിയൊരു തുക, അതിൻ്റെ കണക്കുകളൊക്കെ കൃത്യമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, ഈ NGO യൂണിയൻ്റെയൊക്കെ വകയായി കൃത്യമായി പാർട്ടി മുന്നോട്ട് വഹിക്കുവാൻ അല്ലെങ്കിൽ പാർട്ടിയിലെ സംസ്ഥാന നേതാക്കൾ മുഴുവൻ ശമ്പളം കൊടുക്കുവാനായി മേടിക്കുന്നു എന്നുള്ളതുമാണ് ഈ സംസ്ഥാനത്തെ നികുതി കുടിശ്ശികയ്ക്കും അതുപോലെ തന്നെ നികുതി വരുമാനം വർദ്ധിക്കാത്തതിനും വികസന പ്രവർത്തനത്തിന് പണമില്ലാത്തതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, സംസ്ഥാനത്ത് കൃത്യമായി ഒരു പ്ലാനിംഗ് ഇല്ലാതെ ഇത്തരത്തിൽ ബഡ്ജറ്റിന് പുറത്തു കൊണ്ട് കടമെടുത്തുകൊണ്ട്, അധിക പലിശയ്ക്ക് കടമെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വികസനങ്ങൾ നടക്കാത്തത് കൊണ്ട് കേരളം പൂർണ്ണമായി കടക്കണിയിലായിരിക്കുന്നു. ഈ കടക്കണിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇത് CPM-ന് മാത്രമല്ല. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയോളം കടം, അതായത് ഒരാൾക്ക് ഏതാണ്ട് 1 ലക്ഷം ഒരു 80,000 രൂപയുടെ കടം ഉണ്ടായിരുന്നു എന്നുള്ള കണക്കുമുണ്ട്. UDF-ന്റെ കാലഘട്ടത്തിൽ നിരന്തരമായി ഇത്തരം ഒരു സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കാതെ ശമ്പളത്തിനായും മറ്റു കാര്യത്തിനായും പെൻഷൻ നൽകിയതിൻ്റെ ഈ തുകയും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കടബാധ്യത മാത്രമാണ് കൂടുന്നത്, വരുമാനം കൂടുന്നില്ല, അതുപോലെ തന്നെ ആസ്തിയും കൂടുന്നില്ല. കടം മേടിച്ചിട്ട് ആസ്തി വർദ്ധിച്ചു തീർന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു കേരളത്തിൻ്റെ ആസ്തി വർദ്ധിച്ചു തീർന്നു. ഇവിടെ ആസ്തിയും വർദ്ധിക്കുന്നില്ല, അതുപോലെ തന്നെ പലിശയും കൂടുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഭീകരമായ സാമ്പത്തിക സ്ഥിതിവിശേഷം എന്ന് പൊതുജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ മനസ്സിലാക്കുന്നു എന്നത് മാത്രമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആശ്വസിക്കാൻ വകയുള്ളത്.